Hi, hello. Welcome you all to Economic Tuka. I am Kavya. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസുകളെ കുറിച്ചാണ്. എന്താണ് ഹൈപ്പോത്തസിസ്? ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഒരു മിയർ അസംഷൻ അല്ലെങ്കിൽ സപ്പോസിഷൻസിനെയാണ് ഹൈപ്പോത്തസിസുകൾ എന്ന് പറയുന്നത് അല്ലെ. അതായത് നിഗമനങ്ങൾ. നമ്മൾ ഒരു സ്റ്റഡി ഏരിയയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു റിസർച്ചിന്റെ ആക്ടിവിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ഒരുപാട് തരത്തിലുള്ള അസംഷൻസ് കാണും അല്ലെ. ഇതിങ്ങനെയാണ് അല്ലെങ്കിൽ ഇന്ന ഫോമിലാണ് പോകുന്നത് എന്നതിനെ കുറിച്ചെല്ലാം. അതിനെയാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അവ ടെൻഡേറ്റീവ് ആണ്, അതായത് എപ്പോ വേണമെങ്കിലും മാറി മറിയാൻ സാധ്യത ഉള്ള ഒരു പോസ്റ്റുലേഷനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് അത് ശരിയാകാം തെറ്റാകാം, ഇറ്റ് ക്യാൻ ബി ഡിഫർ അല്ലെ. അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും നമ്മുടെ റിസർച്ച് ഏരിയയില് എംപിരിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ആക്ച്വലി പോകുന്നത്? ഓരോ കാര്യങ്ങളെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ഔട്ട് ചെയ്ത് പല കാര്യങ്ങൾക്കും വളരെ സ്പഷ്ടമായിട്ടുള്ള ഒരു കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ടാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്താൻ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പലതരത്തിലുള്ള കമ്പോണൻസ് വരും. വേരിയബിൾസ് ആകാം, അതുപോലെ പോപ്പുലേഷനെ കുറിച്ചാകാം, വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാകാം. അങ്ങനെ പല രീതിയിലും രണ്ടോ അതിലധികമോ വസ്തുക്കളെ കുറിച്ച് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിളുകളെ കുറിച്ചുള്ള പഠനത്തിനായാണ് അവ നമ്മളെ സഹായിക്കുന്നതെങ്കിൽ അതിനെയാണ് ഹൈപ്പോത്തസിസുകൾ എന്ന് പറയുന്നത്. അതായത് ഒരു അസംഷൻ ആണ് വരുന്നത് അല്ലെ. ഇങ്ങനെ ആയിരിക്കാം. സേ ഫോർ എക്സാമ്പിൾ, ലേബർ സെക്യൂരിറ്റി പബ്ലിക് സെക്ടറിലാണ് കൂടുതൽ. ഒരു പബ്ലിക് പ്രൈവറ്റ് കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യുന്നത്. പബ്ലിക്കിലാണ് കൂടുതൽ എന്ന് നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. അത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു അസംഷൻ ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇനി ക്രസ്വെൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ഹൈപ്പോത്തസിസ്? അതൊരു ഫോമൽ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണത്? അതായത് ഇറ്റ് ഷോസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപ്പെൻഡന്റ് ആൻഡ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇൻ എ പ്രെഡിക്റ്റബിൾ മാനർ. നമുക്ക് ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ കുറിച്ചും ഡിപ്പെൻഡന്റ് വേരിയബിളിനെ കുറിച്ചുമുള്ള ഒരു അസംഷൻ അല്ലെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കാം അതിന്റെ ഫോം വരുന്നത്. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് ലേബേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ലേബർ സെക്യൂരിറ്റി. അപ്പൊ ഞാൻ പറയാണ് പബ്ലിക്കിലാണ് ഇത് കൂടുതൽ അല്ലെങ്കിൽ പബ്ലിക്കിൽ ഇല്ല എന്ന് ഞാൻ പറയാണ്. അപ്പൊ ഇത് എന്റെ ഒരു അസംഷൻ ആണ് അല്ലെ. അതാണ് ആക്ച്വലി ഞാൻ റിസർച്ചിലൂടെ എന്ത് ചെയ്യാൻ പോണത്? പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ജനറലി എന്തായിട്ട് പറയുന്നത്? ഹൈപ്പോത്തസിസ് എന്നുള്ളത് കൊണ്ട് പറയുന്നത്. ഹൈപ്പോത്തസിസിന് പല ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഒന്ന്, അത് വളരെ ക്ലിയറും പ്രിസൈസും ആയിരിക്കണം. ഒരിക്കലും കോംപ്ലക്സ് ആയിട്ട് നമ്മൾ ഹൈപ്പോത്തസിസ് എഴുതി വെക്കരുത്. ഒരു ലേമാന് പോലും, ഒരു സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന രീതിയിൽ വേണം ഹൈപ്പോത്തസിസ് എഴുതാൻ. ശരിക്കും അത് റിലേഷൻഷിപ്പാ കാണിക്കുന്നത് അല്ലെ. അതായത് നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും എങ്ങനെ നെറ്റ്വർക്ക്ഡ് ആകുന്നു, എങ്ങനെ റിലേറ്റഡ് ആകുന്നു എന്നുള്ളതാണ് അവിടെ നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. ഹൈപ്പോത്തസിസ് എപ്പോഴും സ്പെസിഫിക് ആയിരിക്കണം. ഒരിക്കലും വാരി വലിച്ചൊന്നും നമ്മൾ എഴുതാൻ പാടില്ല. സ്പെസിഫിക് ആയി അപ് ടു ദ പോയിന്റ് ആയിരിക്കണം നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഹൈപ്പോത്തസിസ് എപ്പോഴും എന്തായിരിക്കണം? ഭയങ്കര സിമ്പിൾ ആയിരിക്കണം. അതുപോലെ അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതായത് നമ്മളുടെ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റണം. കാരണം ഈ ഹൈപ്പോത്തസിസുകൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോർമുലേറ്റ് ചെയ്യുന്നതും ഒറിജിനേറ്റ് ചെയ്യുന്നതും. അപ്പൊ ഹൈപ്പോത്തസിസുകൾ എപ്പോഴും നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധ്യമായിരിക്കണം. ഹൈപ്പോത്തസിസുകളെ പലതായി നമുക്ക് പറയാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നൾ ഹൈപ്പോത്തസിസ്. അതിനെ H0 എന്നാ പറയുന്നത്. എപ്പോഴും നമ്മള് വേരിയബിൾസ് തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നൊരു പോസ്റ്റുലേഷൻ വെച്ചിട്ടാണ് നമ്മൾ സപ്പോസ് ഒരു സ്റ്റഡി മൊബിലൈസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. റിസർച്ചർ എപ്പോഴും ഇത് ഡിസ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ റിസർച്ചിന്റെ ഏരിയയിൽ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഇങ്ങനെ ഒരു റിലേഷനേ ഇല്ല എന്നുള്ളത് ഒറിജിനേറ്റ് ചെയ്യുക എന്നൊരു ലക്ഷ്യമാണ് ഇതിനുള്ളത്. H0 എന്നുള്ളൊരു നൊട്ടേഷൻ ഉപയോഗിച്ചാണ് നൾ ഹൈപ്പോത്തസിസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ, സ്മോക്കിങ്ങും ക്യാൻസറും തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പും ഇല്ല. സോ ദർ എക്സിസ്റ്റ് നോ റിലേഷൻ എന്നുള്ള ഒരു ഫോമിലാണ് എഴുതുന്നതെങ്കിൽ അതിനെ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയും. റിസർച്ചിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പരീക്ഷിക്കുന്നത് ഏത് ഹൈപ്പോത്തസിസ് ആണ്? നൾ ഹൈപ്പോത്തസിസ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് നൾ തന്നെയാണ് അല്ലെ.
ഇനി നൾ ഹൈപ്പോത്തസിസ് തെറ്റിപ്പോയാൽ നമ്മൾ എടുക്കുന്നത് എന്താ? ഓൾട്ടർനേറ്റീവ് ആണ്. അതെടുക്കുന്ന അല്ലെ റെപ്രസെന്റ് ചെയ്യുന്നത് HA അല്ലെങ്കിൽ H1 ആണ്. അപ്പൊ എങ്ങനെയാ നൾ ഹൈപ്പോത്തസിസ്? സ്മോക്കിങ്ങും ക്യാൻസറും തമ്മിൽ ബന്ധമില്ല. ഒരു വ്യക്തി സ്മോക്ക് ചെയ്യണു, ആ വ്യക്തിക്ക് ക്യാൻസർ വരുന്നു. അപ്പൊ സ്മോക്കിങ്ങും ക്യാൻസറും ബന്ധമില്ല എന്നാണെങ്കിൽ അതിനെ നൾ എന്ന് പറയുന്നു. ബന്ധമുണ്ട് എന്നാണ് നമ്മളെ സ്റ്റഡിയിൽ പ്രൂവ് ചെയ്തതെങ്കിൽ അതിനെ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നു. നമ്മൾ എപ്പോഴും നമ്മുടെ സ്റ്റഡിയിൽ നള്ള് മാത്രമേ എഴുതുള്ളൂ, ഓൾട്ടർനേറ്റീവ് എഴുതില്ല. അടുത്തത് ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ്. ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി ഇപ്പൊ നമ്മൾ പറയാ നല്ല രീതിയിൽ പഠിപ്പിച്ചു, സോ കുട്ടികൾക്ക് നല്ല രീതിയിൽ സ്കില്ല് നേടാൻ പറ്റി. അപ്പൊ അത് ഒരു റിലേഷൻഷിപ്പ്, ഡയറക്റ്റ് ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെ. നല്ല രീതിയിൽ പഠിപ്പിച്ചു, നല്ല രീതിയിൽ ഔട്ട്കം വന്നു. അപ്പൊ അങ്ങനെ വരുന്നതിനെയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഫോർമുലേറ്റ് ചെയ്യുന്ന ഹൈപ്പോത്തസിസുകളെ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസുകൾ എന്നാണ് നമ്മൾ രൂപീകരിക്കുന്നത്. നോൺ ഡയറക്ഷണൽ അതായത് reflects relation between two or more variable but does not specify anticipated direction and nature of relationship. റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷെ അത് എങ്ങനെയാ മറ്റേ വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് കൃത്യമായി പറയാൻ പറ്റില്ല. അതായത് ഒരു ടീച്ചറുടെ ടീച്ചിങ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ ജോബ് സാറ്റിസ്ഫാക്ഷനും ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും വേണ്ടതാ. പക്ഷെ ടീച്ചിങ് എക്സ്പീരിയൻസിന് എങ്ങനെ ജോബ് സാറ്റിസ്ഫാക്ഷനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. രണ്ടും ആവശ്യമുള്ളതാ, പക്ഷെ ഡയറക്റ്റ് ആയി റിലേഷൻ ഇല്ല. അടുത്തത് സിമ്പിൾ ഹൈപ്പോത്തസിസ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ സിമ്പിൾ ഹൈപ്പോത്തസിസ് എന്ന് പറയും. രണ്ടിൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിളുകളും ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലാകുമ്പോൾ കുറച്ച് കോംപ്ലക്സിറ്റി ഫാക്ടേഴ്സ് അവിടെ വരാനുള്ള സാധ്യത ഉണ്ട് അല്ലെ. അങ്ങനെയുള്ളതിനെ വെച്ച് നമ്മൾ ഹൈപ്പോത്തസിസിലേക്ക് എത്തുകയാണെങ്കിൽ അതിനെ കോംപ്ലക്സ് ഹൈപ്പോത്തസിസ് എന്ന് പറയും. അടുത്തത് അസോസിയേറ്റീവ് ഹൈപ്പോത്തസിസ്. അതായത് this type of hypothesis suggests that there is a relation between two variables, but it does not imply causation. It merely states that the variables are associated with each other in some way. നമുക്ക് കറക്റ്റ് ആയിട്ട് പോസിറ്റീവ്ലി റിലേറ്റഡ് ആണോ നെഗറ്റീവ്ലി? ഇപ്പൊ ലോ ഓഫ് ഡിമാൻഡിനെ കുറിച്ച് പറയും, നമുക്ക് പറയാം നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ്. ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസും തമ്മിൽ നെഗറ്റീവ് ബന്ധമാണെന്ന് പറയാം അല്ലെ. ലോ ഓഫ് സപ്ലൈയിലേക്ക് പോയാലോ പോസിറ്റീവ് ബന്ധമാണ്. അപ്പൊ നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് ഇന്ന രീതിയിൽ തന്നെയാ റിലേഷൻ വരുന്നത് അല്ലെങ്കിൽ ഇന്ന ഫോർമേഷൻ തന്നെയാ വരണേ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ എന്തോ ഒരു റിലേഷൻ ഉണ്ട് എന്ന് വരികയാണെങ്കിൽ അതിനെയാണ് അസോസിയേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോസൽ ഹൈപ്പോത്തസിസ്. അതായത് അസോസിയേറ്റീവ് ഹൈപ്പോത്തസിസ് പോലെയല്ല. കോസൽ എന്താ പറയുന്നത്? കോസ് ആൻഡ് ഇഫക്റ്റ് പറയുന്നു. അതായത് എനിക്ക് പനി വന്നത് മഴ കൊണ്ടത് കൊണ്ടാ. അതേ ഫോമില് നമ്മളൊരു ഹൈപ്പോത്തസിസ് എഴുതുക എന്ന് വിചാരിക്കുക. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് there is no labor productivity in public sector as labor security is not provided. ലേബർ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാത്തത് കൊണ്ട് പബ്ലിക് സെക്ടറിൽ ലേബർ ഫോഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി ഇല്ല. അപ്പൊ നമുക്കൊരു കാരണം കിട്ടിയില്ലേ, അങ്ങനെ സെക്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ട് പ്രൊഡക്ടിവിറ്റി ഇല്ല. അപ്പൊ അത്തരത്തിൽ പറയുന്നതിനെ കോസൽ എന്ന് പറയും. അടുത്തത് ലോജിക്കൽ. എന്താണ്? This hypothesis assume a relation between variable without collecting data or evidence. ഡാറ്റ ഇല്ല, എവിഡൻസും ഇല്ല, നമ്മൾ ജസ്റ്റ് ലോജിക് ഉപയോഗിച്ച് നമ്മൾ പറയാണ്. നമ്മൾ പറയാ കാർമേഘം, മാനത്ത് കാർമേഘം കാണും, നമ്മൾ പറയാ മഴ പെയ്തിരിക്കും. അത് ലോജിക് അല്ലെ, ഡാറ്റയോ അസിമുലേഷനോ ഒന്നും ഉപയോഗിച്ചിട്ടല്ല. തെറ്റാം ശരിയാകാം. എന്തിനാ ഹൈപ്പോത്തസിസ്? അപ്പൊ നമ്മൾ എന്താ പഠിച്ച? ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഒരു ടെന്റേറ്റീവ് ഫോം ആണ് അല്ലെ. ഹൈപ്പോത്തസിസുകൾ എങ്ങനെ പറയാം? നൾ ഹൈപ്പോത്തസിസ്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്, ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ്, നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ്, സിമ്പിൾ ഹൈപ്പോത്തസിസ്, കോംപ്ലക്സ്, അസോസിയേറ്റീവ്, കോസൽ, ലോജിക്കൽ. ഹൈപ്പോത്തസിസിന്റെ ഫങ്ഷൻസ് എന്താ? നമുക്ക് ഒബ്സർവേഷൻസ് ആൻഡ് എക്സ്പീരിമെന്റ്സ് അറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ പോസ്റ്റുലേറ്റ് ചെയ്യാൻ, അതേപോലെ നമുക്ക് ഒബ്സർവേഷൻസിനെ വെരിഫൈ ചെയ്യാനായിട്ട്, അതുപോലെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അറിയണം അല്ലെ, എങ്ങനെയാണ് ഈ വേരിയബിൾസ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിക്കൊള്ളട്ടെ ഡിപെൻഡന്റ് വേരിയബിൾ ആയിക്കൊള്ളട്ടെ, നമ്മൾ മനസ്സിൽ ഫോർമുലേറ്റ് ചെയ്യുന്ന അതേ മെത്തേഡിലാണോ, വെദർ ഇറ്റ് ഇസ് മൂവിങ് ഓർ നോട്ട്, നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ. അതിനൊക്കെ നമ്മളെ ഹൈപ്പോത്തസിസ് സഹായിക്കും. അപ്പൊ ഹൈപ്പോത്തസിസുകളെ മെയിൻ ആയിട്ട് രണ്ട് ഫോമാണല്ലോ, ഒന്ന് നള്ളും ഓൾട്ടർനേറ്റീവും. നള്ളെന്ന് പറഞ്ഞാൽ വേരിയബിൾസ് തമ്മിൽ ബന്ധമില്ല, നോ എന്നുള്ള ഒരു ഫോമിൽ എഴുതാണ് നള്ള്.
ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതെന്താ ഓൾട്ടർനേറ്റീവ്സ്. ജനറലി റിസർച്ചേഴ്സ് നോ നൾ എന്ന് പറയുന്ന ആ സംഭവം ഇല്ല, അല്ലെങ്കിൽ അത് ഞാൻ എഴുതിയത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാനാണ് ശ്രമിക്കുക. കാരണം നൾ ഹൈപ്പോത്തസിസ് ശരിയാണെങ്കിൽ പിന്നെ റിസർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ഹൈപ്പോത്തസിസ് നമ്മൾ എഴുതുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് വരണമെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല അല്ലെ. അടുത്തത് എന്താ, റിസർച്ചേഴ്സ് ട്രൈ ചെയ്യുന്നത് എന്താണ്, ഈ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യാനുമായിരിക്കും. ഇതിനെ H0 എന്നും ഇതിനെ H1 എന്നുമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് ഫ്രണ്ട്സ് പഠിച്ചത്, ഹൈപ്പോത്തസിസുകളെ കുറിച്ചാണ് അല്ലെ. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്താ, ടെന്റേറ്റീവ് ആയിട്ടുള്ള അസംഷൻസിനെയാണ് ഹൈപ്പോത്തസിസ് എന്ന് വിളിക്കുന്നത്. എല്ലാവർക്കും വ്യക്തമാണെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ടോപ്പിക്കില് വീഡിയോ ചെയ്യണം, അതായത് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.